വാർത്തകൾ തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതേസമയം KS ബൈജു നൽകിയ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുമ്പോൾ തിരുവാഭരണം കമ്മീഷണറായിരുന്നു KS ബൈജു. എന്നാൽ പാളികൾ കൈമാറുമ്പോൾ ബൈജു സന്നിധാനത്ത് എത്തിയില്ല. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇപ്പോൾ തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. KS ബൈജു നൽകിയ ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. KS ബൈജു നൽകിയ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. വൈകിട്ട് 4 മണിവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് KS ബൈജുവിനെ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതേസമയം KS ബൈജു നൽകിയ ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുമ്പോൾ തിരുവാഭരണം കമ്മീഷണറായിരുന്നു KS ബൈജു. എന്നാൽ പാളികൾ കൈമാറുമ്പോൾ ബൈജു സന്നിധാനത്ത് എത്തിയില്ല. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. KS ബൈജു നൽകിയ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി.